ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാൻ ലായിഷ് പിടിക്കുന്നു എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 31 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ എന്തന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ഉത്തരം: അവകാശഭൂമി. ചോദ്യം 2. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അതുവരെ അവകാശമായി ലഭിക്കാതിരുന്നത് ആർക്ക്? ഉത്തരം: ദാൻ ഗോത്രക്കാർക്ക്. ചോദ്യം 3. ദാൻ ഗോത്രക്കാർ എവിടെ നിന്നുള്ളവരെയാണ് ദേശം ഒറ്റുനോക്കാൻ അയച്ചത്? ഉത്തരം: സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും. ചോദ്യം 4. സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നുമുള്ള എത്ര പേരെയാണ് ദേശം ഒറ്റുനോക്കാൻ വേണ്ടി അയച്ചത്? ഉത്തരം: കഴിവുറ്റ 5 പേരെ. ചോദ്യം 5. ദാൻ ഗോത്രത്തിൽ നിന്ന് ഒറ്റുനോക്കാൻ പോയവർ താമസിച്ചത് എവിടെ? ഉത്തരം: എഫ്രായിമിൽ മിക്കായുടെ വീട്ടിൽ. ചോദ്യം 6. മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ഒറ്റുനോക്കാൻ പോയവർ തിരിച്ചറിഞ്ഞ ശബ്ദം ആരുടേത്? ഉത്തരം: യുവലേവ്യൻ്റെ. ചോദ്യം 7. എന്താണ് നിന്റെ തൊഴിൽ എന്ന് ഒറ്റുനോക്കാൻ വന്നവരുടെ ചോദ്യത്തിന് യുവലേവ്യൻ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: മിക്ക ശമ്പളത്തിന് നിർത്തിയിരിക്കുന്ന പുരോഹിതനാണെന്ന്. ചോദ്യം 8. എന്ത് ദൈവത്തോട് ആരാഞ്ഞറിയുക എന്നാണ് ഒറ്റുനോക്കാൻ വന്നവർ യുവലേവ്യനോട് അഭ്യർത്ഥിച്ചത്? ഉത്തരം: അവരുടെ യാത്രയുടെ ഉദ്ദേശ്യം നിറവേറുമോ എന്ന്. ചോദ്യം 9. ഒറ്റുനോക്കാൻ വന്നവരുടെ അഭ്യർത്ഥനയ്ക്ക് യുവലേവ്യൻ നൽകിയ മറുപടി എന്ത്? ഉത്തരം: സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ചോദ്യം 10. ഒറ്റുനോക്കാൻ വന്ന 5 പേർ മിക്കായുടെ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിയത് എവിടെ? ഉത്തരം: ലായിഷിൽ. ചോദ്യം 11. സീദോന്യരുടെ സവിശേഷതയായി പറയുന്നത് എന്തെല്ലാം? ഉത്തരം: സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും. ചോദ്യം 12. ലായിഷിലെ ജനങ്ങൾ ആരെപ്പോലെയായിരുന്നു? ഉത്തരം: സീദോന്യരെ പോലെ. ചോദ്യം 13. ലായിഷിലെ സ്ഥലം എപ്രകാരമുള്ളതാണെന്നാണ് ഒറ്റുനോക്കാൻ പോയവർ തിരിച്ചുവന്ന് പറഞ്ഞത്? ഉത്തരം: ഫലഭൂയിഷ്ഠമായ സ്ഥലം. ചോദ്യം 14. നിഷ്ക്രിയരായിരിക്കാതെ എന്ത് ചെയ്യുവിനെന്നാണ് ഒറ്റുനോക്കാൻ പോയവർ മറ്റുള്ളവരോട് പറഞ്ഞത്? ഉത്തരം: വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ എന്ന്. ചോദ്യം 15. നിങ്ങൾ ചെല്ലുമ്പോൾ ആരെയായിരിക്കും കണ്ടുമുട്ടുക എന്നാണ് സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരോട് ഒറ്റുനോക്കാൻ പോയവർ പറഞ്ഞത്? ഉത്തരം: ശങ്കയില്ലാത്ത ഒരു ജനത്തെ. ചോദ്യം 16. എപ്രകാരമുള്ള പ്രദേശമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നാണ് ഒറ്റുനോക്കാൻ പോയവർ പറഞ്ഞത്? ഉത്തരം: വളരെ വിശാലവും ഒന്നിനും ക്ഷാമമില്ലാത്തതുമായ പ്രദേശം. ചോദ്യം 17. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത്? ഉത്തരം: 600 പേർ. ചോദ്യം 18. സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ട 600 പേർ പാളയമടിച്ചത് എവിടെ? ഉത്തരം: യൂദായിലെ കിരിയാത്ത് യെയാരീമിൽ. ചോദ്യം 19. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ കിരിയാത്ത് യെയാരീമിൽ പാളയമടിച്ചതിനാൽ ആ സ്ഥലം അറിയപ്പെടുന്നതെങ്ങനെ? ഉത്തരം: മഹനേദാൻ. ചോദ്യം 20. കിരിയാത്ത് യെയാരീമിൽ നിന്ന് ദാൻ ഗോത്രക്കാർ പോയത് എവിടേക്ക്? ഉത്തരം: എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിൽ എത്തി. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 21. ലായിഷ് ദേശത്ത് ചാരവൃത്തിക്ക് പോയ 5 പേർ ഈ ഭവനങ്ങളിലൊന്നിൽ എന്തുണ്ട് എന്നാണ് സഹോദരന്മാരോട് പറഞ്ഞത്? ഉത്തരം: ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടെന്ന്.
ചോദ്യം 22. ചാരവൃത്തിക്ക് പോയവർ യുവലേവിൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചപ്പോൾ പടിവാതിൽക്കൽ നിന്നിരുന്നത് ആര്? ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ. ചോദ്യം 23. പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുമ്പോൾ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത് ആര്? ഉത്തരം ചാരവൃത്തിക്ക് ചെന്ന 5 പേർ. ചോദ്യം 24. എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചപ്പോൾ എപ്രകാരം ഞങ്ങളുടെ കൂടെ വരിക എന്നാണ് ദാൻകാർ പറഞ്ഞത്? ഉത്തരം വായ് പൊത്തി. ചോദ്യം 25. ഞങ്ങൾക്ക് നീ എന്തായിരിക്കുക എന്നാണ് ദാൻകാർ യുവലേവ്യനോട് പറഞ്ഞത്? ഉത്തരം പിതാവും പുരോഹിതനുമായിരിക്കുക എന്ന്. ചോദ്യം 26. പൂരിപ്പിക്കുക. ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഡാഷിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? ഉത്തരം ഗോത്രത്തിനും വംശത്തിനും. ചോദ്യം 27. സന്തുഷ്ടമായ ഹൃദയത്തോടെ എന്തെല്ലാം എടുത്തുകൊണ്ടാണ് പുരോഹിതൻ ദാൻകാരോടൊപ്പം പോയത്? ഉത്തരം എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും. ചോദ്യം 28. ആരെ ഒന്നിച്ചുകൂട്ടിയാണ് മിക്ക ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത്? ഉത്തരം അയൽവാസികളെ. ചോദ്യം 29. ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി എന്ന് ദാൻകാരുടെ ചോദ്യത്തിന് മിക്ക പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നോ എന്ന്. ചോദ്യം 30. എന്തുകൊണ്ടാണ് മിക്ക വീട്ടിലേക്ക് മടങ്ങിയത്? ഉത്തരം മിക്കായ്ക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് ദാൻകാർ എന്നതുകൊണ്ട്. ചോദ്യം 31. ലായിഷിലെ ജനങ്ങളോട് ദാൻകാർ ചെയ്തതെന്ത്? ഉത്തരം അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു. ചോദ്യം 32. ലായിഷുകാർ എവിടെ നിന്ന് വളരെ അകലെയായിരുന്നതുകൊണ്ടാണ് അവരെ രക്ഷിക്കാൻ ആരുമില്ലാതിരുന്നത്? ഉത്തരം സീദോനിൽ നിന്ന്. ചോദ്യം 33. ഏത് താഴ്വരയിലായിരുന്നു ലായിഷ് സ്ഥിതി ചെയ്തിരുന്നത്? ഉത്തരം ബെത്ലേഹേമിലുള്ള താഴ്വരയിൽ. ചോദ്യം 34. ലായിഷിന് ദാൻകാർ നൽകിയത് ആരുടെ പേരാണ്? ഉത്തരം ഗോത്രപിതാവായ ദാനിൻ്റെ. ചോദ്യം 35. ആരായിരുന്നു പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാർ? ഉത്തരം ഗർഷോമും ജോനാഥാനും പുത്രന്മാരും. ചോദ്യം 36. ഗർഷോമിൻ്റെ പിതാവ് ആര്? ഉത്തരം മോശ. ചോദ്യം 37. ജോനാഥാൻ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ഗർഷോമിൻ്റെ. ചോദ്യം 38. പൂരിപ്പിക്കുക. ദൈവത്തിൻ്റെ ആലയം ഡാഷിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. ഉത്തരം ഷീലോയിൽ. വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.